എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ഇലക്ഷൻ്റെ ഒരാഴ്ച മുന്നെയാണ് സന്ദീപ് വാര്യർ, ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. എല്ലാവരും പ്രതീക്ഷിച്ചത് വാര്യർ CPM-ലോ CPI-ലോ ജോയിൻ ചെയ്യുമെന്നാണ്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. അതായത് നമുക്കറിയാം, ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലൊരു ട്രെൻഡ്, കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തമുള്ളൊരു ട്രെൻഡ്, കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ നിരനിരയായി ബി.ജെ.പിയിൽ വരുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം നിരവധി കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ എത്തിയിരിക്കുന്നത്. അതായത് അതാണ് ഒരു ട്രെൻഡ്, കോൺഗ്രസിന് ബി.ജെ.പി. അതായത് CPM പോലും പ്രചരിപ്പിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി എന്ന രീതിയിലാണ് CPM പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പാലക്കാട് ഇലക്ഷൻ ഒരാഴ്ച മുന്നെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. അത് ഏവരെയും അമ്പരപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് സന്ദീപ് വാര്യർ CPM-ലോട്ടോ CPI-ലോട്ടോ പോകുമെന്നാണ്. അതായത് സന്ദീപ് വാര്യർ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും അകറ്റി നിർത്തി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ നീക്കിയത്. ബാംഗ്ലൂർ കോൺഗ്രസ് നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയിരുന്നത്. അതായത് ഒരു തരി പോലും ഇവിടെ തൻ്റെ നീക്കങ്ങൾ പുറത്തു വരരുത് എന്ന ഒരു ഉത്തമ ബോധ്യം സന്ദീപിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കളൊന്നും ഉൾക്കൊള്ളിക്കാതെ ഒരു ചർച്ച ബാംഗ്ലൂരിലെ കോൺഗ്രസ് നേതാക്കളുമായി, അതായത് DK ശിവകുമാർ ആയിട്ട് വരെ ചർച്ച നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് DK ശിവകുമാർ സന്ദീപ് വാര്യറിന് ഒരുപാട് ഓഫറുകളും കൊടുത്തിരുന്നു. അതായത് പാലക്കാട് ഏത് വിധേനയും പിടിച്ചെടുക്കണം, പാലക്കാട് കോൺഗ്രസ് ജയിക്കണം എന്നൊരു വാശിയായിരുന്നു കോൺഗ്രസിന്. അതായത് നമുക്കറിയാം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു വാശി കൂടിയാണ് അത്. മുനമ്പം ഇഷ്യൂയൊക്കെ കത്തി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പാലക്കാട് തോറ്റാൽ അത് 2026 ഇലക്ഷനിലേക്ക് അത് കോൺഗ്രസിന് വൻ പാരയായി മാറും. അതായത് ഭൂരിപക്ഷ വോട്ടുകളൊന്നും കോൺഗ്രസിന് കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് കോൺഗ്രസ് മുനമ്പം, അതായത് വഖഫ് പോലുള്ള ആൾക്കാരുടെ കൂടെയാണ് എന്നൊരു പ്രതീതി ഉണ്ടാകും. അതിൻ്റെ മുനയൊടിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെ എന്ത് വില കൊടുത്തും ഇത് കേരളത്തിൽ ഇവിടെ വിജയിക്കണം എന്നൊരു വാശിയായിരുന്നു അവർക്ക്. അതിനുവേണ്ടി അവർ മുസ്ലിം വോട്ടുകളെല്ലാം ഏകീകരിച്ച് ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ അണിനിരത്തി കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിച്ചു. അത് സന്ദീപ് വാര്യർക്കും ചെറിയൊരു പങ്കുണ്ട്. അതായത് ബി.ജെ.പിയുടെ തോൽവിയിൽ സന്ദീപ് വാര്യർക്കും ചെറിയൊരു പങ്കുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് കൊണ്ടാണ് അവിടെ കുറച്ച് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്തു. അതായത് ജനങ്ങൾ വ്യാപകമായി അറിഞ്ഞു തുടങ്ങിയത് ശരിക്കും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതോടുകൂടിയാണ്. അത് പാലക്കാട് ബി.ജെ.പിയുടെ പരാജയത്തിൽ സന്ദീപ് വാര്യർക്കും ചെറിയൊരു പങ്ക് അവകാശപ്പെടാനുണ്ട്. അതായത് നാട്ടുകാരെ അറിയിക്കാൻ ആ ഒരു സന്ദീപിൻ്റെ പാർട്ടി മാറ്റം ഉപകാരപ്പെട്ടു. പിന്നെ പാർട്ടി വിട്ടതിന് ശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ജോയിൻ ചെയ്തതിനു ശേഷം സന്ദീപ് വാര്യർ നടത്തുന്ന പല പ്രസ്താവനകളും ശരിക്കും പാർട്ടിക്കും മുന്നണിക്കും UDF-ന് തന്നെ ബാധ്യതയാവുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നമുക്കറിയാം, സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ സന്ദീപ് വാര്യർ കോൺഗ്രസിന് നൽകിയിരുന്നു. അതായത് ബി.ജെ.പിയിൽ ഇടഞ്ഞു നിൽക്കുന്ന പല ആൾക്കാരെയും സന്ദീപ് വാര്യർ മുൻകൈ എടുത്ത് കോൺഗ്രസിലോട്ട് കൊണ്ടുവരും എന്നൊരു ഉപാധി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് അതിൻ്റെ പുറത്താണ് ലീഗ് മുൻകൈ എടുത്തിട്ട് സന്ദീപ് വാര്യരെ കോൺഗ്രസിലോട്ട് കൊണ്ടുവന്നത്. അതായത് ലീഗിനായിരുന്നു കൂടുതൽ താല്പര്യം സന്ദീപിനെ കൊണ്ടുവരാൻ വേണ്ടി. അതായത് ഇനി വരും ദിവസങ്ങളിൽ വഖഫിന് വേണ്ടിയിട്ടും ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന് അനുകൂലമായിട്ടും സന്ദീപിന് സംസാരിക്കേണ്ടി വരും. അതിനുവേണ്ടി തന്നെയാണ് ലീഗ് ഇടപെട്ട് സന്ദീപിനെ കോൺഗ്രസിൽ എത്തിച്ചത്. അതായത് ഇന്നേ വരെ നരേന്ദ്രമോദി അനുകൂലിച്ച RSSനെയും അനുകൂലിച്ച ഒരാളെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കിട്ടുന്നത് ആ ഒരു അവസരം ലീഗ് ഒരിക്കലും വിട്ടുകളയില്ല. അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ച് UDF-ന്റെ ഭാഗമാക്കി മാറ്റിയത്. അതായത് സന്ദീപ് വാര്യർ അതാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ കാണാതെ നേരെ പാണക്കാട്ട് പോയി അവിടെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെ കണ്ട് അവരെ പുകഴ്ത്തി പറയുക, ലീഗിൻ്റെ മതേതരത്വ നിലപാടിനെ കുറിച്ച് പുകഴ്ത്തി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. അതിനുശേഷം ബി.ജെ.പിയിൽ നടക്കുന്ന ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് എന്ന് സതീശൻ വാൺ ചെയ്തിരുന്നു. അതായത് സന്ദീപിൻ്റെ പല പ്രസ്താവനകളും ബി.ജെ.പിയിൽ എന്ത് നടക്കുമ്പോൾ മാധ്യമങ്ങൾ ആദ്യം വിളിക്കുന്നത് സന്ദീപിനെയാണ്. അതായത് അതിൽ ഒരു അഭിപ്രായം പറയാൻ മാധ്യമങ്ങളെ സമീപിക്കുന്നത് സന്ദീപിനെയാണ്. അപ്പോൾ സതീശനും സുധാകരനും ഒരു പരസ്യമായ വാണിംഗ് സന്ദീപിന് കൊടുത്തിരുന്നു. അതായത് ബി.ജെ.പിയിലെ താൻ ഇവിടെ വന്നിട്ട് ബി.ജെ.പിയെ നന്നാക്കാൻ നോക്കണ്ട, അതല്ല തൻ്റെ ഉദ്ദേശം, അതല്ല തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അതിനല്ല എന്നൊരു മെസ്സേജ് സതീശനും സുധാകരനും സന്ദീപിന് കൊടുത്തിരുന്നു. അതായത് ഞങ്ങൾ സന്ദീപിന് വ്യക്തമായ ഒരു ടാർഗറ്റ് തന്നിരുന്നു, അതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ മതി, ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ താൻ ഇടപെടേണ്ട എന്നുള്ളൊരു ശക്തമായ വാണിംഗ് തന്നെ സന്ദീപ് വാര്യർക്ക് സതീശനും സുധാകരനും കൊടുത്തിരുന്നു. ഇവർ മാത്രമല്ല, പാർട്ടിക്കകത്ത് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതായത് സന്ദീപിന് ഇത്തരം പ്രസ്താവനകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു, പൊതുജന മധ്യത്തിൽ അവർക്ക് അവമതിപ്പുണ്ടാക്കുന്നു എന്ന ഒരു തോന്നൽ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ പാർട്ടിക്കകത്ത് നടന്നതിന് ശേഷമാണ് സതീശൻ പരസ്യമായിട്ട് സന്ദീപിനെ ശാസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞു,
ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സന്ദീപ് ഒരുപാട് ആഗ്രഹങ്ങൾ കോൺഗ്രസിന് കൊടുത്താണ്. സന്ദീപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൽ ജോയിൻ ചെയ്തത്. അതായത് സന്ദീപിനൊരു ടാർഗറ്റ് ഉണ്ട്. അതായത് BJPയിൽ നിന്ന് പല പല മുതിർന്ന നേതാക്കളെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരും. അതായത് കോൺഗ്രസിൽ ഒരു ഓപ്പറേഷൻ കമല നടത്തുക എന്ന ഒരു ടാർഗറ്റ് സന്ദീപിനുണ്ട്. അപ്പോൾ സന്ദീപിൻ്റെ കൂടെ സന്ദീപ് ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിട്ട് ആകെ സന്ദീപിനെ കോൺഗ്രസിലോട്ട് കൊണ്ടുവരാൻ പറ്റിയത് വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മധുവിനെ മാത്രമാണ്. അതായത് സന്ദീപ് പറഞ്ഞത് വലിയ ആൾക്കാർ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരും, എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് സന്ദീപ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു അനക്കവുമില്ല, ഒരു ഒച്ചയും ബഹളവും ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ സതീശനും സുധാകരനും സന്ദീപിന് ഒരു അന്ത്യശാസ്ത്രം നൽകി. അതായത് ഓപ്പറേഷൻ കമലയിലൂടെ BJPയുടെ ഉന്നത നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആക്റ്റീവ് ആക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം ഉടൻ തന്നെ. അതായത് ഒരു മാസം ഈ വർഷത്തിലുള്ള ഡിസംബർ അവസാനത്തിനകം തന്നെ BJPയിലൂടെ വമ്പൻ സ്രാവിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചില്ലെങ്കിൽ സന്ദീപിന് പണി പാളും. അതായത് സന്ദീപ് പാർട്ടിയിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് വമ്പൻ സ്രാവിനെ പാർട്ടിയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ താൻ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങൾ കിട്ടൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനൊരു മെസ്സേജ് കൊടുത്തിരുന്നു. അപ്പോൾ സന്ദീപിൻ്റെ മേലിപ്പോൾ ശരിക്കും ഒരു പ്രഷർ വന്നിരിക്കുകയാണ്. അതായത് സന്ദീപിന് ഇപ്പോൾ തന്നെ അതായത് ഡിസംബർ അവസാനത്തുള്ള തന്നെ ഒരു വലിയ നേതാവിനെ BJPയിലെ ഒരു വലിയ നേതാവിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചേ പറ്റൂ സന്ദീപ് അതിനുവേണ്ടി അരയും തലയും മുറുക്കി പണിയെടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. പക്ഷേ അത് നടക്കുമെന്ന് കണ്ടറിയണം. അതായത് സന്ദീപ് ലക്ഷ്യം വെക്കുന്നത് BJPയുടെ ശോഭാ സുരേന്ദ്രനെയാണ് എന്ന ഒരു ടോക്ക് സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് സന്ദീപിനെ ഈ വർഷം അതായത് ഡിസംബർ മാസത്തിനകം ഒരു വമ്പൻ സ്രാവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ സന്ദീപിൻ്റെ അവസ്ഥ പാർട്ടിയിൽ പരിതാപകരമായിരിക്കും. പിന്നെ മുസ്ലിം ലീഗിന് പോലും സന്ദീപിനെ രക്ഷിക്കാൻ പറ്റില്ല. സന്ദീപ് പല പല സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചാണ് BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയത്. നമുക്കറിയാം സന്ദീപ് BJP വിടാൻ തന്നെ കാരണം അതായത് പാലക്കാട് നടന്ന ഒരു പാർട്ടി കൺവെൻഷനിൽ സീറ്റ് കിട്ടിയില്ല, തനിക്ക് പാലക്കാട് സീറ്റ് നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് പല പല സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചാണ് കോൺഗ്രസിൽ ചേക്കേറിയത്. അപ്പോൾ ആ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ കഷ്ടപ്പെട്ടേ പറ്റൂ. സന്ദീപ് വാര്യറിന് മുന്നിൽ ഹിമാലയൻ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. അതായത് ഇത് മുരളീധരനൊക്കെ അറിഞ്ഞുകൊണ്ട് പണിതയാണോ എന്ന് ഇപ്പോൾ സംശയമുണ്ട്. അതായത് മുരളീധരനൊക്കെ സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ബാധ്യതകളുമാണ്, അതിനിടയിലേക്ക് സന്ദീപ് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് കെ മുരളീധരൻ വരെ ചോദിച്ചിരുന്നു. അതായത് മുരളീധരനൊന്നും തീരെ താല്പര്യമില്ല സന്ദീപ് വാര്യർ പോലെയുള്ള വർഗീയ വിഷം ചീറ്റുന്ന ഒരാളെ പാർട്ടിയിൽ എടുക്കാൻ മുരളിക്കൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മുരളിയുടെ ഇടപെടലുകൾ ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് സന്ദീപിന് വെച്ച ടാർഗറ്റ്, അതായത് ഇത്തരം ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ സന്ദീപിന് ഇനി കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങൾ വല്ലതും കിട്ടണമെങ്കിൽ സന്ദീപ് വാര്യർ ആഗ്രഹിക്കുന്നത്, സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്നത് 2026 കോൺഗ്രസ് അധികാരത്തിൽ വരും, UDF അധികാരത്തിൽ വരും, അതിൽ ലീഗിന് ഒരു അപ്രമാദിത്വമുള്ള ഒരു ഭരണം വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ലീഗിനെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ലീഗിൻ്റെ കെയർ ഓഫിൽ എങ്ങനെ സീറ്റ് തരപ്പെടുത്തി ഒരു MLA ആയി കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടുന്നില്ല ഒരു ധാരണയുടെ പുറത്താണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയത്. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം സന്ദീപിന് അധ്വാനിച്ചേ പറ്റൂ, ഒരു വമ്പൻ സ്രാവിനെ പാർട്ടിയിൽ എത്തിക്കണം. അങ്ങനെയുള്ള ഒരു അന്ത്യശാസനം പാർട്ടി നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വം സന്ദീപിന് കൈമാറി. അതായത് ഈ ഡിസംബർ അവസാനം തന്നെ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വമ്പൻ സ്രാവിനെ എത്തിക്കണം എന്നുള്ള ടാർഗറ്റാണ് സന്ദീപിനുള്ളത്. അത് സന്ദീപ് എത്രത്തോളം അതിന് കേപ്പബിൾ ആണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് സന്ദീപ് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സന്ദീപ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ BJPയിൽ ഒരുപാട് അസംതൃപ്തരുണ്ട്, അവരൊക്കെ പാർട്ടിയിൽ ഒന്നാകെ മൂടോടെ പിഴുത് കോൺഗ്രസിലേക്ക് പറിച്ചു നടുമെന്നാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം അത് പ്രായോഗികമാണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് BJP നമുക്കറിയാം, BJP വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, BJPയും അതിനെ കൗണ്ടർ ചെയ്യും എന്തായാലും. അതായത് ഇൻ കേസ് BJPയിൽ നിന്ന് ഒരു വമ്പൻ സ്രാവ് കോൺഗ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വൻ സ്രാവിനെ BJPയിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതിയും BJPക്കുണ്ട്. അത് എത്രത്തോളം ആൾക്കാർ പോകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിൻ്റെ AICCയും ഈ ഓപ്പറേഷൻ കമലക്ക് സന്ദീപിന് സപ്പോർട്ടായിട്ടുണ്ട്. എത്രത്തോളം കാശ് വേണമെങ്കിലും അവർ എറിയാൻ റെഡിയാണ്. നമുക്കറിയാം CPMനെ സംബന്ധിച്ചിടത്തോളം CPM ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്ന്, അതായത് മുസ്ലിങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി ഭൂരിപക്ഷത്തെ പാർട്ടിയിലോട്ട് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇനി മുസ്ലിങ്ങളുടെ വോട്ട് CPMന് കിട്ടില്ല, അതുകൊണ്ട് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകൾ പാർട്ടിയിലെത്തിക്കാൻ CPM ഇപ്പോൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ പോലും SDPM ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരു തീവ്രവാദ സംഘടന എന്ന് പരസ്യമായി പറഞ്ഞത്.
അതായത് സി പി എം ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് അകന്ന ഭൂരിപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ എത്തിക്കുക. അപ്പോൾ അതിന് തടയിടാൻ കൂടി വേണ്ടിയാണ് AICC ഇടപെട്ട് കോൺഗ്രസ് BJPയിലെ അസംതൃപ്തരെ കോൺഗ്രസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതായത് കോൺഗ്രസും പയറ്റുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വം തന്നെയാണ്, സോഫ്റ്റ് ഹിന്ദുത്വം. അതാണ് കോൺഗ്രസും ലക്ഷ്യം വെക്കുന്നത്. അതായത് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ CPM ശ്രമിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് BJPയിൽ നിന്ന് ആൾക്കാരെ ഓപ്പറേഷൻ കമല വഴി കോൺഗ്രസിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിന് എന്തു കാശ് വേണമെങ്കിലും എറിയാൻ റെഡിയാണ് AICC. അങ്ങനെയുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് അവരുടെ ലക്ഷ്യം 2026 ഭരണം തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം. സന്ദീപ് വാര്യർ ഏതറ്റം വരെ പോകും, അതായത് സന്ദീപ് വാര്യർ എത്രത്തോളം കേപ്പബിൾ ആണെന്ന് ശരിക്കും നമുക്ക് ഈ 1-2 മാസത്തിനുള്ളിൽ ശരിക്കും അറിയാൻ പറ്റും. അതായത് വമ്പൻ ഒരാൾക്കാരെ ചാടിച്ച് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നില്ലെങ്കിൽ സന്ദീപിൻ്റെ നില പരിതാപകരമായിരിക്കും. സന്ദീപിന് കോൺഗ്രസിൽ നിൽക്കളിയില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. സന്ദീപിന് പാർട്ടി വിടേണ്ട അവസ്ഥ പോലും ഉണ്ടാകാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.